ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് കലക്കിയെടുക്കുന്നത്. ഇപ്പം മാവിപ്പം നമ്മളിവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇച്ചിരി തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ ലൂസായിട്ട് തന്നെ വേണം നമ്മളൊന്ന് കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ചെറിയൊരു മസാല എടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഉള്ളി ഇപ്പോൾ ഇവിടെ നിന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പനീറാണ്. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ പനീർ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു പാന് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. നല്ല തിന്നായിട്ട് തന്നെ വേണം നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി സൈഡൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ചില്ലി സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. ചില്ലി സോസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചില്ലി സോസ് ഇങ്ങനെ ഒന്ന് തേച്ച ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പനീർ മസാല നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ സ്പാച്ചില വെച്ചൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പം 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് എടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ പനീർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.